കേരളത്തിലും അയോധ്യ രാമക്ഷേത്രം തന്നെയാണ് വിവാദമായ ചർച്ചാ വിഷയം. കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാന പ്രശ്നം. ലീഗിലെ നേതാക്കൾ ഇതിനോടകം ഈ വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞു. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന കാര്യം അവർ തീരുമാനിക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം. രാമക്ഷേത്ര ഉദ്ഘാടനം ചർച്ച ചെയ്യാനായി മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി തങ്ങളും. കോൺഗ്രസ് നിലപാടിനെ പറ്റി അഭിപ്രായം പറയാനില്ല, അവർ തീരുമാനം സ്വതന്ത്രമായി എടുക്കട്ടെ. എല്ലാ പാർട്ടികളും തീരുമാനമെടുത്ത ശേഷം ആവശ്യമെങ്കിൽ പറയാമെന്നാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനം BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. BJPയുടെ മുതലെടുപ്പ് തന്ത്രം ജനം തിരിച്ചറിയണമെന്നും യോഗത്തിനു ശേഷം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BJP രാഷ്ട്രീയ നേട്ടത്തിനാണ് ഇതുപയോഗിക്കുന്നതെന്ന് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യക്തമാക്കി. എല്ലാ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ നിലയിൽ മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണ്. എന്നാൽ BJP ഇതിനെ രാഷ്ട്രീയ അജണ്ടയാക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നാണ് തങ്ങൾ പറഞ്ഞത്. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനമായി BJP ക്ഷേത്ര ഉദ്ഘാടനം മാറ്റുകയാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു. ഹൈന്ദവ സമുദായത്തിന്റെ വിശ്വാസത്തെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും മുസ്ലിം ലീഗ് അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ ഉദ്ഘാടന ചടങ്ങ് BJP കേവലം രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. BJPയുടെ രാഷ്ട്രീയ മുതലെടുപ്പ് എല്ലാവരും തിരിച്ചറിയണമെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിവേകത്തോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഭരണഘടനാ ധാർമ്മികതയും മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒറ്റക്കെട്ടായി മതേതര ശക്തികൾക്ക് നിലയുറപ്പിക്കാനാകണം. മതവിശ്വാസത്തെ അധികാരത്തിനുള്ള മറയാക്കുന്ന BJPയെ വിശ്വാസി സമൂഹം തിരിച്ചറിയണം. ഇന്ത്യക്കാരുടെ വിശപ്പും തൊഴിലില്ലായ്മയും മറ്റ് ജനകീയ പ്രശ്നങ്ങളുമാണ് രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാകേണ്ടത്. അതിന് ശരിയായ ജനാധിപത്യം ആവശ്യമാണ്. രാമക്ഷേത്രത്തെ മറയാക്കി യഥാർത്ഥ പ്രശ്നങ്ങളെ അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളെ ഇന്ത്യൻ ജനത ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന പ്രത്യാശയും മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി യോഗം പങ്കുവച്ചിട്ടുണ്ട്. ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തുടങ്ങിയവരും ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു. അതേസമയം രാമക്ഷേത്ര ഉദ്ഘാടനത്തെ രാഷ്ട്രീയമായി കാണുന്നതിൽ എതിർപ്പാണെന്നാണ് തിരുവനന്തപുരം MP-യും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂർ പറഞ്ഞത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്ക് ചില വ്യക്തികളെയാണ് ക്ഷണിച്ചത്. പോകണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കും. കോൺഗ്രസിലെ 4 നേതാക്കളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഇവർ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് ഇതുവരെ ഒരു നിലപാടും എടുത്തിട്ടില്ലെന്നാണ് ശശി തരൂരിന്റെ വാദം. ജനങ്ങൾക്ക് ഇതിനെ ഒരു ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും വിഷയമായി കണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ തോന്നിയാൽ ആരും അതിനെ തെറ്റായി കാണുന്നില്ല. അല്ലാതെ ഇതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരരുത്. ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടറിയാൻ അല്പം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ശശി തരൂർ തുറന്നു പറഞ്ഞിരിക്കുന്നത്.